പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് ലിസ. ഞാൻ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് മൂക്കന്നൂരിൽ നിന്ന് വരുന്നു. എനിക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ കൃപാസന പ്രസാദപര മാതാവ് വഴി ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് 2019 ഏപ്രിൽ മാസം എൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് വേണ്ടിയിട്ട്. എനിക്ക് 5 വർഷമായിട്ടുണ്ടായിരുന്ന ബ്രോങ്കിയൽ ആസ്മ, ഞാൻ ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഞാൻ സൗദി അറേബ്യയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടുത്തെ പൊടിക്കാറ്റൊക്കെ അടിച്ചിട്ട് എപ്പോഴും കൂടെ എനിക്ക് ബ്രോങ്കിയൽ ആസ്മ ഉണ്ടാകും, ഇൻഹേലർ എടുക്കേണ്ടി വരും. അങ്ങനെയായിരുന്നു 5 വർഷമായിട്ട് ഞാൻ അവിടെ പോയിക്കൊണ്ടിരുന്നത്. 2019 ഏപ്രിൽ മാസം ചേച്ചി ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് മാസങ്ങൾ അവിടെ പൊടിക്കാറ്റെല്ലാം ഉണ്ടായിരുന്നു. അത് ഞാൻ തിരിച്ചറിഞ്ഞില്ല. എനിക്ക് അങ്ങനൊരു ശ്വാസം മുട്ട് വരാതെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് തിരിച്ചറിഞ്ഞില്ല. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് എല്ലാവരും ഹോസ്പിറ്റലിൻ്റെ പേഷ്യൻ്റ് കൂടുകയും അതുപോലെ എൻ്റെ ഫ്രണ്ട്സെല്ലാം ഇതുപോലെ ശ്വാസം മുട്ടുന്നു, പൊടിക്കാറ്റിൻ്റെ സ്മെല്ല് വരുന്നു എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടോ തോന്നിയില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് പരിശുദ്ധ ദൈവമാതാവ് ഈശോയുടെ മധ്യസ്ഥം അപേക്ഷിച്ച് എനിക്ക് ഒരു സൗഖ്യം ആ നിമിഷത്തിനുള്ളിൽ എനിക്ക് തന്നിരുന്നു, ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്ത ദിവസം തന്നെ. അതുപോലെ തന്നെ ഈ കൃപാസന മാതാവിനെക്കുറിച്ച് 2018 ഡിസംബർ മാസം ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തീയിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു പരിശുദ്ധ മാതാവിൻ്റെ ഒരു അനുഭവം എനിക്കുണ്ടായി. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു ആ സമയം 2 ചിറകുകളോടുകൂടിയ തീയിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു പരിശുദ്ധ അമ്മ. അപ്പോൾ ഞാൻ ഓർത്തത് എവിടെയോ തീ പിടിക്കാൻ പോകുന്നു, പരിശുദ്ധ അമ്മയെ നീ സഹായിക്കണേന്നായിരുന്നു ഞാൻ അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം 1 മാസത്തിനുള്ളിലാണ് എനിക്കൊരു യാദൃശികമായിട്ടൊരു യൂട്യൂബിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ കാണുന്നത്, കുറേ സാക്ഷ്യങ്ങളായിട്ട് കാണുന്നത്. അന്നേരം ഞാൻ ചേച്ചി വിളിച്ചു പറയുമായിരുന്നു ഇങ്ങനെ കൃപാസനത്തിൽ പോകണം. കാരണം ആ സമയം എൻ്റെ ചേട്ടന് ജോണ്ടിസായിട്ട് കുറേ നാളുകൾ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ചേട്ടൻ ഷിപ്പ് യാർഡിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവന് ബിലിറുബിൻ്റെ അളവ് കൂടിക്കൊണ്ടിരുന്നത് കൊണ്ട് അവർ ജോലിയിൽ പ്രവേശിക്കാൻ സമ്മതിക്കാതിരിക്കുമായിരുന്നു. അങ്ങനെ ചേട്ടനെ കൊണ്ട് ഇവിടെ 2 പ്രാവശ്യം കൃപാസനത്തിൽ വന്നു. ഇയാൾ താരയിൽ വെച്ച് അവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ചേച്ചിമാരായിരുന്നു വന്നത്. എനിക്ക് 3 ചേച്ചിമാരുണ്ട്. അവർ 3 പേരും വന്ന് ഉടമ്പടി എടുത്തു ചേട്ടന് വേണ്ടിയിട്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ നിന്ന് പോയി കൃപാസനത്തിൽ നിന്ന് ഇറങ്ങി ഷിപ്പ് യാർഡ് കൂടിയാണ് ചേട്ടൻ പോയിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ആ വഴി പോകുന്ന സമയം മുഴുവൻ ചേച്ചിമാർ അവന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ അവന് ബിലിറുബിൻ തിരിച്ച് ചെക്ക് ചെയ്യുകയും ബിലിറുബിൻ്റെ അളവ് കുറയുകയും അതോടൊപ്പം തന്നെ അവനെ ജോലിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അവർ അനുവാദം നൽകുകയും ചെയ്തു. എനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതമായിട്ട് പറയാനുള്ളത്, ഞാൻ 2021 ഏപ്രിൽ 12-ാം തീയതി എക്സിറ്റ് അവിടുത്തെ ജോലി അവസാനിപ്പിച്ച് ഞാനും എൻ്റെ മകളും പോരാനായിട്ടിരിക്കുമായിരുന്നു. 2 ആഴ്ച മുമ്പേ എൻ്റെ ഇക്കാമ എക്സ്പയറി ആകുന്നതിന് 2 ആഴ്ച മുൻപേ ഞാൻ വിസയ്ക്ക് വേണ്ടിയിട്ട് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ കൊടുത്തു. പക്ഷേ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസറാണെങ്കിൽ വിസ അടിക്കുന്നത് അന്ന് ട്രാവൽ ചെയ്യുന്ന ദിവസം മാത്രമായിരുന്നു. ഇക്കാമ എക്സ്പയറി ആയി വിസ അടിക്കാൻ പറഞ്ഞിട്ടും അവരത് അടിക്കാതെ വെച്ചുകൊണ്ടിരുന്നു. വിസ ഏപ്രിൽ 12-ാം തീയതി 3:30 എൻ്റെ ഫ്ലൈറ്റ്. എന്നോടൊപ്പം തന്നെ ഇതേ സെയിം പ്രശ്നമായിട്ട് എൻ്റെ കൂട്ടുകാരിയും ഉണ്ടായിരുന്നു, സ്റ്റാനിയ. ഞങ്ങൾക്ക് 2 പേർക്കും വിസ അടിച്ചില്ല. ഞങ്ങൾ എല്ലാം പാക്ക് ചെയ്ത് ലഗേജ് എല്ലാം കാറിലാക്കി പോകാനായിട്ട് ഇരിക്കുക. നിങ്ങൾ പോയിക്കോ, വിസ അടിച്ച് കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വിശ്വാസത്തിലിരിക്കുമ്പോഴാണ് 9:30 അവർ പറയുന്നത് നിങ്ങൾക്ക് വിസ അടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരിക, നിങ്ങളുടെ വിസ പ്രശ്നത്തിലാണ് കിടക്കുന്നത്, ഇക്കാമ ഇല്ലാത്തതുകൊണ്ട് വിസ അടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ 2 പേരും കുടുംബം, കാരണം അതെല്ലാം വെക്കേറ്റ് ചെയ്ത് റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്ന സമയമായിരുന്നു. ആ സമയം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോൾ അവർ പറഞ്ഞു 10 വർഷത്തിന് മുകളിലായവർക്ക് ഇക്കാമ അടിക്കാൻ മിനിസ്ട്രി സമ്മതിക്കത്തില്ല. അങ്ങനെ ആകെ വളരെ വിഷമിച്ച് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇനി 2 ആഴ്ച സമയം കൂടി അതിനുള്ളിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് വിസ അടിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ സമയം പരിശുദ്ധ മാതാവിൻ്റെ കൃപാസന പ്രസാദപര മാതാവിൻ്റെ ലോക്കറ്റ് എനിക്ക് ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു. ആ ലോക്കറ്റ് വെച്ച് ആ സമയം മുഴുവൻ പ്രാർത്ഥിച്ചു. 2 ആഴ്ച എന്നുള്ളത് എൻ്റെ മകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മകളുടെ അടുത്ത് പറഞ്ഞു 2 മണിക്കൂറോ 2 ആഴ്ചയോ ഒന്നും വേണ്ട, സഞ്ചാരി മാതാവ്, അച്ഛൻ പറയണ പോലെ കൃപാസന പ്രസാദപര മാതാവ് സഞ്ചാരി മാതാവാണ്. അവിടെ സഞ്ചരിച്ച് വന്ന് 2 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഈ പ്രശ്നത്തിന് പരിഹാരം നൽകുമെന്ന് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കൂ. അങ്ങനെ മകളും ഞങ്ങളും എല്ലാവരും കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ സമയം അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ അവർ പലയിടങ്ങളിലേക്കായിട്ട് പലരെ നിയോഗിച്ചു. മിനിസ്ട്രിയിൽ ചെന്ന് ഇക്കാമ റിന്യൂ ചെയ്യാനും അതുപോലെ തന്നെ
മറ്റു കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കാരണം ഞാൻ 10 years എബോവായിരുന്നു അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. മറ്റെല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് 2 മണിക്കൂർ എടുത്തുള്ളൂ. 12 മണിക്ക് എനിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. കാരണം കോവിഡ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് 3 മണിക്കൂർ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് അവർ 4 മണിക്കൂർ മുമ്പേ റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. 12 മണിയായിട്ടും ശരിയായില്ലായിരുന്നു. 12 മണി കഴിഞ്ഞപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എയർപോർട്ടിലേക്ക് നീങ്ങിക്കോ, നിങ്ങളുടെ വിസ ഇഷ്യൂ ആവുന്നതായിരിക്കും, നിങ്ങൾ കുഴപ്പമില്ല, പോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ 2 മണിക്കാണ് എയർപോർട്ടിലെത്തുന്നത്. അതിന് മുമ്പായിട്ട് പോകും വഴിയായിട്ട് ഞങ്ങളുടെ വിസ അടിച്ചു എന്നുള്ള മെസ്സേജ് മൊബൈലിലേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി. വലിയൊരു അത്ഭുതം. ഞങ്ങൾ വളരെയേറെ നീറിയ ആ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ കൃപാസന പ്രസാദപരം മാതാവിൻ്റെ ലോക്കറ്റ് വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ സമയം തന്നെ, ആ ദിവസം തന്നെ, കാരണം നമ്മൾ ഇന്ത്യയുടെ എയർ സുവിധ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് കടന്നു വരേണ്ടതായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ചെയ്ത് നമ്മൾ ഇരിക്കുമ്പോഴാണ് അവരിങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞത്, വിസ അടിക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ ആ സമയം കൃപാസന പ്രസാദം വരാതെ വലിയൊരു അത്ഭുതം, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോൾ മാത്രമാണ് അത് സംഭവിച്ചത്. അതുപോലെ തന്നെ 2012 മുതൽ എൻ്റെ വിവാഹം 2007 നടന്നു. 2012 മുതൽ ജീവിത പങ്കാളിയുടെ കുടുംബത്തിൽ ഒരു കിണർ കുത്തുന്നതിനും അതുപോലെ ചുറ്റുകെട്ടി ഒന്ന് തിരിക്കുന്നതിന് വേണ്ടി പലരും പറഞ്ഞിരുന്നു. അങ്ങനെ 6 പ്രാവശ്യം ഞങ്ങൾ 6 പേരെ പലരെ മാറ്റി സ്ഥാനത്തിന് വേണ്ടി കൊണ്ടുവന്നു. 2012 മുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന് ഈ 2021 നവംബർ 4-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഉടമ്പടി എടുത്തതിന് ശേഷം ജനുവരി 6-ാം തീയതി, 2 മാസത്തിനുള്ളിൽ ജനുവരി 6-ാം തീയതി ഹസ്ബൻഡ് വെക്കേഷന് വന്നു. 6-ാം തീയതി തന്നെ ഒരു കോൺട്രാക്റ്റ് വിളിക്കുകയും അതിൻ്റെ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കിണർ കുത്താനും കിണർ കുത്തിക്ക് വെള്ളം കണ്ടു, ബൗണ്ടറി എല്ലാം തിരിച്ചു. അതുപോലെ തന്നെ ഭവനം പണിക്ക് വേണ്ടിയിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഭവനം പണിയുടെ ഒരു റിനോവേഷന് വേണ്ടിയിട്ട് സൈഡ് മുറിയും അതുപോലെ മുകളിലേക്കുള്ള മുറിയുടെയും പണികളെല്ലാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത് എൻ്റെ 6-ാമത്തെ നിയോഗം. ഞാനിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു 6-ാമത്തെ നിയോഗമായിട്ട് എൻ്റെ ആൻറ്റി, അപ്പച്ചൻ്റെ അനിയത്തി ബാംഗ്ലൂരാണ് അവർ സെറ്റിലായിരിക്കുന്നത്. ഒരു ഇൻ്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. പ്രാർത്ഥനയിലൊന്നും സമ്മതിക്കില്ലായിരുന്നു. പക്ഷേ ആൻറ്റി ഇതുപോലെ നീറി പ്രാർത്ഥിച്ചു. എല്ലാ കൃപാസന യൂട്യൂബുകൾ കാണാനും എല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ നിയോഗത്തിന് ശേഷം 6-ാമത്തെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആൻറ്റിക്ക് ഇവിടെ വരാനും ഇവിടെ കൃപാസന പ്രസാദപരം മാതാവിൻ്റെ മുമ്പിലായിരിക്കാനും അച്ഛൻ്റെ കയ്യിൽ, ഫാദർ VP ജോസഫ് അച്ഛൻ്റെ കയ്യിൽ അവരുടെ ഒരു ഫാമിലി ഫോട്ടോ കൊടുത്തു. ആ ഫോട്ടോ കൃപാസന പ്രസാദപരം മാതാവിൻ്റെ മുമ്പിൽ അൾത്താരയിൽ അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ആൻറ്റിക്ക് അന്ന് പോയപ്പോൾ ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ നമ്മളത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഉടമ്പടി എടുക്കാനായിട്ട് സാധിക്കണമേ എന്ന്. അങ്കിളിൻ്റെ അനുവാദത്തോടു കൂടിയാണ് ആൻറ്റി ഇവിടെ വന്നത്. അതോടൊപ്പം 2 ദിവസം മുമ്പേ ആൻറ്റി വിളിച്ച് പറഞ്ഞു, ആൻറ്റി ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ ഉടമ്പടി ഞാൻ എടുത്തു. വളരെ അത്ഭുതം. ആൻറ്റിക്ക് അങ്ങനെ ഒന്നും സാധിക്കില്ലായിരുന്നു. അവിടെ ജപമാല ചെല്ലാനോ ഒന്നിനും സാധിക്കാത്ത ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷേ അങ്കിള് അതിനായിട്ട് അനുവാദം ലഭിച്ചു.